ഇത്രയും കാലം നീ എന്നെ ടോർച്ചർ ചെയ്തല്ലേ, ഇപ്പൊ പെട്ടിക്കുള്ളിലായി അല്ലേ? എന്താ അമ്മേ ഇത്? എലിയാടാ, അകത്ത് കുടുങ്ങി. ഇതിന് എന്താ ചെയ്യാൻ പോകുന്നത്? എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ മുക്കി കൊല്ലാൻ പോവാ. എന്താ അമ്മേ ഇത്? പാവല്ലേ ഇങ്ങനെ? എടാ പൊറസേ, ഇവിടുന്ന് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് വാ. ദ്വാരക, ഫൈസൽ, ജോസഫ്, രവി, ഇന്ന് നീതിരാജൻ. പോറസ്, നീ എന്താ ആലോചിക്കുന്നേ? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ പ്ലാൻ? മൈഥിലി ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഞാൻ പോകുന്ന ഓരോ സ്ഥലത്തും എനിക്ക് മുന്നേ ഏതോ ഒരുത്തൻ എല്ലാ തെളിവും നശിപ്പിക്കുക. എന്റെ അവസാനത്തെ ആശ്രയം ആ ഹാക്കറായിരുന്നു. അവനും എത്രയോ ശ്രമിച്ചിട്ട് ഇപ്പൊ പറ്റില്ലെന്നാ പറയുന്നത്. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും അവൻ അറിയാതെ തന്നെ ഒരു തെളിവ് അവിടെ അവശേഷിപ്പിച്ചിട്ടാ പോവാറ്. എന്നാൽ ഇവരങ്ങനെയല്ല. ഇനി ഞാൻ അവരെ എങ്ങനെ കണ്ടെത്തുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നിന്നെ കൊണ്ട് പറ്റും. ഈ എലിയെ കണ്ടില്ലേ? ഇത് അടുത്ത വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലെ ഭിത്തി വരെ തോണ്ടി തോണ്ടി എങ്ങനെയെങ്കിലും അകത്ത് കിടക്കും. അങ്ങനെയുള്ള ഈ എലിക്ക് ഈ ചെറിയ 1/2 ഇഞ്ച് മരപ്പലക പോലെ തുളച്ച് പുറത്തു വരാൻ പറ്റുന്നില്ല. എന്താണെന്നറിയോ? അതിന്റെ തല മുഴുവനും ടെൻഷനാ. അയ്യോ, ഞാൻ അകപ്പെട്ടു പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ പുറത്തു കിടക്കും എന്നുള്ള പ്രഷർ. അതൊന്ന് സമാധാനമായിട്ട് ആലോചിച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് പുറത്തു വരും. ആ എലിയെ പോലെ തന്നെയാ ഇപ്പൊ നീയും ചിന്തിച്ചു കൂട്ടുന്നത്. നീ ഒന്ന് സമാധാനമായിട്ട് ആലോചിക്കേ. അവൻ നമ്മുടെ വീട്ടിലൊരു പെണ്ണിന്റെ മേലെ കൈവച്ചത്. ആ കൊച്ചു ചെറുക്കനെ കൊന്നുകളയുകയും ചെയ്തു. അവനെ കണ്ടുപിടിച്ചേ മതിയാവും. അവൻ രക്ഷപ്പെടാൻ പാടില്ല എന്ന് മാത്രം ആലോചിക്കും. നീ അവനെ കണ്ടുപിടിക്കും. എടാ പൊറസ്, നിന്നെ ഉപദേശിക്കാൻ ഈ ലോകം മുഴുവൻ ഉണ്ടാവും. എന്ന സൊല്യൂഷൻ പറഞ്ഞുതരാൻ ഒരുത്തനും ഉണ്ടാവില്ല. അത് നീ തന്നെ കണ്ടെത്തണം. മണിയാ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് ആ പയ്യനെ കൊല്ലാൻ പറഞ്ഞത്. രാവിലെ ജയിലിൽ വെച്ച് ഗുണ ആത്മഹത്യ ചെയ്തു. ദ്വാരകയുടെ ഫോൺ അവസാനമായിട്ട് ചെങ്കൽപ്പേട്ടിലെ പറന്നൂർ എന്നൊരു ഫോറസ്റ്റ് ഏരിയയിലാണ് സിഗ്നൽ കാണിച്ചത്. അല്ല മോനെ, നിനക്കൊരു പെണ്ണിനെ മതിയെങ്കിൽ എവിടെയെങ്കിലും കാശ് കൊടുത്ത് പോയാൽ പോരായിരുന്നു. അവിടെ എന്തിനാ പൊക്കി കൊണ്ടുവന്നു? ഞാൻ പൊക്കാൻ പോയത് ആ പെങ്കൊച്ചിനായിരുന്നില്ല, വേറെ പെണ്ണിനായിരുന്നു. എന്താടാ പറഞ്ഞത്? അതേട്ടാ, ഞാൻ പൊക്കാൻ പോയത് വേറൊരു പെണ്ണിനായിരുന്നു. ചേട്ടനറിഞ്ഞ വഴക്ക് പറയുന്നോണ്ടാണ് ഞാൻ പറയാതിരുന്നേ. വിളിക്കടാ നിന്റെ ഫ്രണ്ടുകളെ ഫോണില്. എൽസ, അന്ന് എന്താടാ അവിടെ നടന്നത്? ചേട്ടാ, ദിവ്യം കൃഷ്ണൻ കൂടെയുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ അവളെ പേടിപ്പിച്ച. അവിടെ പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. കേസ് വിട്ടുപോയാൻ പറഞ്ഞ് ഗൗതവും അച്ഛനും കൂടെ സംസാരിച്ചു. ചേട്ടാ, എത്ര പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. വേറെ വഴിയില്ലാതെ ഗൗതമിൻ്റെ അച്ഛൻ അവിടുത്തെ ചെരുപ്പ് കൊടുത്ത് അടിക്കാൻ പറഞ്ഞു. എല്ലാവരും മുമ്പിൽ വെച്ച് അവൾ അടിച്ചത്. ഏതോ ഒരു വോയിസ് മിസ് ചെയ്യുന്നുണ്ടല്ലോ. ഏതാ? അമ്മേ, ഞാൻ മെഡിക്കൽ ഷോപ്പ് വരെ ഒന്ന് പോയിട്ട് വരാം. വേറൊരു വോയിസ്. അവള് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വന്നില്ലടാ. വോയിസ് അതേപോലെ വന്നായിരുന്നല്ലോ, എന്നിട്ട് അപ്പൊ തന്നെ പോവുകയും ചെയ്തു. വേറെ ഏതോ ഒരു വോയിസ് മിസ് ചെയ്യുന്നുണ്ടല്ലോ. ഏത് വോയിസ് ആതാ? ഏതോ ഒരു വോയിസ് മിസ് ചെയ്യുന്നുണ്ട്. ഏതാതാ? ഏതാതാ? ഏതാണ്? ഏതോ ഒരു പന്നനാരി ഫ്യൂസ് കാരിയർ ഊരിക്കൊണ്ടുപോയി. ദ്വാരക മെഡിക്കൽ ഷോപ്പിൽ പോയി. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഏതോ ഒരുത്തൻ ഫ്യൂസ് കാരിയർ ഊരിക്കൊണ്ടുപോയി. അപ്പോ ഗൗതം, അവളെ എവിടെ വെച്ച് എങ്ങനെയാ പൊക്കിയത്? ചേട്ടാ, ഞാൻ ആ പെണ്ണിനെ ഫോളോ ചെയ്ത് വന്നത്. നീ ഫോളോ ചെയ്യുന്ന ആ പെണ്ണ് കണ്ടായിരുന്നോ? അവള് കണ്ടായിരുന്നു. എന്നെ കണ്ട് പേടിച്ച് വേഗത്തിൽ നടന്നു. അപ്പൊ ഞാൻ ഉടനെ തന്നെ നിലയ്ക്ക് ഫോൺ ചെയ്ത് അവള് വരുന്ന കാര്യം പറഞ്ഞു. എൽസ, നീ എന്താടാ ചെയ്തത്? ഞാൻ നിലയും കുറച്ച് മാറി കാറിലിരിക്കുകയായിരുന്നു. ദിവ്യ ദൂരത്തുനിന്ന് വരുന്ന കണ്ടുടനെ നില എന്നോട് സ്ട്രീറ്റ് ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനാ പോയി ഫ്യൂസ് ഊരിയത്. മൈക്ക്, ആ പെണ്ണ് ഗൗതമിനെ കണ്ടായിരുന്നു. അവനെന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി അവൾ പേടിച്ചതാ. പേടിച്ചെവിടെയെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടാവും. അല്ല, നീയും ആ പെണ്ണ് നിന്ന സ്ഥലത്ത് ഏതെങ്കിലും കടയോ വീടോ മറ്റോ ഉണ്ടായിരുന്നോ?
ആലോചിക്ക്. ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അവിടെ കയറിയത്. അവിടുന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് കരുതി അവരങ്ങോട്ട് പോയെങ്കിലോ? അവിടെയുള്ള CCTV ക്യാമറയില് അവന്റെ അനിയത്തി പുറത്തു പോകുന്നതും മറ്റേ പെണ്ണെ പേടിച്ച് വരുന്നുണ്ട് സാർ. നീ എന്തിനാ പേടിച്ച് നിൽക്കുന്നതെന്ന് അവളോട് ചോദിച്ചാ? നമ്മുടെ അനിയനെ പറ്റി പറയും സാർ. എന്റെ അനിയനെ പിടിച്ചാ നമ്മളെല്ലാവരും കൊടുക്കും സാർ. ആ പെണ്ണിനെ അവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് അവളെ പൊക്കണം. ആ പെണ്ണിനെ ഇങ്ങനെ പേടിക്കുന്നേ? അറിയില്ല പോർസെ, ഞാൻ ചോദിച്ചായിരുന്നു. അച്ഛൻ വന്ന് കൂട്ടിയിട്ട് പോകുന്നു പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചതേ ഇല്ല. ആ പെൺകുട്ടിയുടെ വീട് എവിടെയാണെന്നറിയോ? ഇവിടെ അടുത്ത സ്ട്രീറ്റിൽ 4ാമത്തെ വീടാ. ചേട്ടാ, ഇത് ദിവ്യയുടെ വീടല്ലേ? അതെ, വീട് പൂട്ടിയിരിക്കുകയാണല്ലോ. അവരെവിടെ പോയതാ? കോച്ചിങ് സെന്ററിൽ പോയി. ആ കോച്ചിങ് സെന്റർ എവിടെയെന്ന് പറയാമോ? അറിയില്ലല്ലോടാ മോനെ. ശരി, അവരുടെ ഫോൺ നമ്പറെങ്കിലും അറിയോ? അതറിയാം. ക്ലാസ് ഭയങ്കര ബോറടിയാ. ആ ഇന്ന് ഒരുപാട് ലേറ്റ് ആയല്ലേ? ആ എനിക്ക് നോട്ട്സ് ഒന്ന് സെൻഡ് ചെയ്ത് അയച്ചേക്കാം. അപ്പൊ ശരി, കാണാം. ബൈ. ഈ സ്ഥലം തന്നെയല്ലേ? അതെ. ആ പെണ്ണിന്റെ പേരെന്താ? ദിവ്യ. നീ വണ്ടി തന്നെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ആരാ സാർ നിങ്ങൾ? ദിവ്യയെ കാണാൻ. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞങ്ങ് പോയതേ ഉള്ളൂ. എപ്പോഴാ പോയത്? ഇപ്പൊ പോയതേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് ആയി കാണും.